ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 324. തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 324 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1950 ജനുവരി 25. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആഘോഷിക്കുന്നതെന്നാണ്? ജനുവരി 25. ദേശീയ സമ്മതിദായക ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 25 കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് 2 കമ്മീഷണർമാരെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതി. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് 2 കമ്മീഷണർമാരെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും രാജിക്കത്ത് നൽകുന്ന ആർക്കാണ്? രാഷ്ട്രപതിക്ക്. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന നടപടിക്രമം ഇംപീച്ച്മെൻ്റാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന നടപടിക്രമം ഇംപീച്ച്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി 6 വർഷം അഥവാ 65 വയസ്സാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി 6 വർഷം അഥവാ 65 വയസ്സാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? നിർവചൻ സദൻ, ന്യൂഡൽഹി. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ നിർവചൻ സദനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ. ഇദ്ദേഹം ഇന്ത്യയുടെ 25ാമത്തെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. രാഷ്ട്രപതി, ലോക്സഭ, നിയമസഭ തിരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം വഹിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് അതുപോലെ ലോക്സഭ, നിയമസഭ തിരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം വഹിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കുമാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയുമാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1993 ഡിസംബർ 3. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3. കേരളത്തിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? MSK രാമസ്വാമി. കേരളത്തിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമിയാണ്. നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A ഷാജഹാൻ. നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാനാണ്. സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ തലവൻ ആരാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർ. സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ തലവൻ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? സഞ്ജയ് കൗൾ. കേരളത്തിൽ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗളാണ്. മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരനാരാണ്? HK കൃപലാനി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ HK കൃപലാനിയാണ്. ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1926 ഒക്ടോബർ 1. ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത്
1926 ഒക്ടോബർ 1 യൂണിയനും സ്റ്റേറ്റിനും പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 315. യൂണിയനും സ്റ്റേറ്റിനും പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 315 UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതുമാരാണ്? രാഷ്ട്രപതി. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. UPSC വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. UPSC വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. സംസ്ഥാന PSC വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. സംസ്ഥാന PSC വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. UPSCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ധോൽപൂർ ഹൗസാണ്. UPSCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ധോൽപൂർ ഹൗസാണ്. നിലവിലെ UPSC ചെയർമാൻ ആരാണ്? പ്രീതി സുദൻ. നിലവിലെ UPSC ചെയർമാൻ പ്രീതി സുദനാണ്. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ തസ്തികകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ തസ്തികകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന ആരാണ്? ഗവർണർ. എന്നാൽ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണെങ്കിലും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. സംസ്ഥാന PSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. സംസ്ഥാന PSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് 1936 ഇത് പിന്നീട് കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് 1956 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് 1936 പിന്നീട് കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് 1956 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? VK വേലായുധൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ VK വേലായുധനായിരുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? MR ബൈജു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ MR ബൈജു ആണ്. UPSCയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 11. UPSCയുടെ പരമാവധി അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 11 കേരള PSCയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 21 പേർ. കേരള PSCയുടെ പരമാവധി അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 21 ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 280. ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 280 കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി 5 വർഷമാണ്. ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി 5 വർഷമാണ്. ഒന്നാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1951 ഒന്നാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1951. ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? KC നിയോഗി. ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ KC നിയോഗിയായിരുന്നു. 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? അരവിന്ദ് പനഗരിയ. 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? NK സിംഗ്. 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ NK സിംഗ് ആണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 243I. സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 243I ആണ്. 6ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ SM വിജയാനന്ദാണ്. 6ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ SM വിജയാനന്ദാണ്. പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നിങ്ങനെ അറിയപ്പെടുന്നത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്, അതായത് CAG. പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നിങ്ങനെ അറിയപ്പെടുന്നത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 148. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 148 നിലവിലെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു.
നിലവിലെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെയും അറ്റോർണി ജനറലിനെയും നിയമിക്കുന്ന ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതി. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെയും അറ്റോർണി ജനറലിനെയും നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ ആരാണ്? അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ അറ്റോർണി ജനറലാണ്. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 76. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 76 ആണ്. കേന്ദ്ര സർക്കാരിന് നിയമോപദേശം നൽകുന്ന ആരാണ്? അറ്റോർണി ജനറൽ. കേന്ദ്ര സർക്കാരിന് നിയമോപദേശം നൽകുന്നത് അറ്റോർണി ജനറലാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമ ഓഫീസർ ആരാണ്? സോളിസിറ്റർ ജനറൽ. ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമ ഓഫീസർ സോളിസിറ്റർ ജനറലാണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആകുന്ന ആദ്യ മലയാളി ആരാണ്? KK വേണുഗോപാൽ. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആകുന്ന ആദ്യ മലയാളി KK വേണുഗോപാലാണ്. ഇന്ത്യയിലെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കിട്ടരമണി. ഇന്ത്യയിലെ നിലവിലെ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണിയാണ്. ഇന്ത്യയിലെ നിലവിലെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മെഹ്ത. ഇന്ത്യയിലെ നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്തയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുന്ന ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ. സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? K ഗോപാലകൃഷ്ണക്കുറുപ്പ്. കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 1992 മാർച്ച് 12-നാണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 1992 മാർച്ച് 12-നാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2004. ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് 2004-ലാണ്. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 338. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 338 ആണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? സൂരജ് ഭാൻ. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ സൂരജ് ഭാനായിരുന്നു. നിലവിലെ ചെയർമാൻ കിഷോർ മക്വാനയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ കിഷോർ മക്വാനയാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2004. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2004-ലാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 338A. ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 338A ആണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? കൻവർ സിംഗ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ കൻവർ സിംഗ് ആയിരുന്നു. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷൻ ആരായിരുന്നു? ഹർഷ് ചൗഹാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷൻ ഹർഷ് ചൗഹാനായിരുന്നു. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെയും ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെയും ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലെ ലോക് നായക് ഭവൻ. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെയും ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെയും ആസ്ഥാനം ന്യൂഡൽഹിയിലെ ലോക് നായക് ഭവനാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏതാണ്? 1993 ഓഗസ്റ്റ് 14. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1993 ഓഗസ്റ്റ് 14-ലാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 338B. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 338B ആണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം അഹിർ. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം അഹിർ ആണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.